ഹലോ ഗൈസ്, മഹാലക്ഷ്മിയിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് കണ്ണന്റെ അടുത്ത് നിന്നും മുട്ടൻ തിരിച്ചടി. അതേ പ്രേക്ഷകർ, നമ്മൾ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ മഹാലക്ഷ്മിയോട് ചെറിയൊരു അതൃപ്തിയൊക്കെ വന്നിട്ടുണ്ടാകും അല്ലെ? നമ്മുടെ സാഗറിന്റെ കാര്യം നമ്മുടെ മഹാലക്ഷ്മി എന്തിനെ കണ്ണനിൽ നിന്നും മറച്ചു വെക്കുന്നു അല്ലെ കൂട്ടുകാർ? നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സാഗറിന്റെ അടുത്ത് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്താ പറയാ, ഞാൻ എന്റെ ഭർത്താവിൽ നിന്നും ഒരിക്കലും ഒന്നും മറച്ചു വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, നമ്മുടെ മഹാലക്ഷ്മി സാഗറിനെ പറ്റി ഒന്നും തന്നെ നമ്മുടെ കണ്ണനോട് പറയുന്നില്ല. ആ ഒരു കാര്യം തന്നെ നമ്മുടെ മഹാലക്ഷ്മി മറച്ചു വെക്കുന്നുണ്ട്. പിന്നീടായിരിക്കും നമ്മുടെ സാഗറും നമ്മുടെ മേഘനാഥനും അതൊരു ആയുധമാക്കി കണ്ണന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ മഹാലക്ഷ്മിയും സാഗറും തമ്മിൽ ആ ഒരു മോശം ആ ഒരു സാഹചര്യത്തില് സാഗറിന്റെ വീട്ടിൽ കണ്ടു. അതിൻ്റെതായ പല തെളിവുകളും നമ്മുടെ മേഘനാഥനും നമ്മുടെ സാഗറും കൂടി ഒപ്പിച്ച് എങ്ങനെയും അവരുടെ അടുക്കൽ എത്തിക്കുകയും നമ്മുടെ മഹാലക്ഷ്മിയെ സംശയിക്കുകയും ചെയ്യുന്ന കണ്ണനെ ആയിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ഒരു വൻ പൊട്ടിത്തെറി തന്നെ നടക്കും നമ്മുടെ കമലേശ്വരത്ത് അല്ലെ? നമ്മുടെ കണ്ണൻ അവിശ്വസിച്ചാൽ പിന്നെ നമ്മുടെ മഹാലക്ഷ്മി തീർന്ന് അല്ലെ? അപ്പുറം മറ്റുള്ളവരാണെങ്കിൽ ഓൾറെഡി നമ്മുടെ മഹാലക്ഷ്മിനെ അവിശ്വസിച്ച ഒരു പരുവമായിട്ടിരിക്കുകയാണ്. ആകെ കണ്ണൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മഹാലക്ഷ്മിയുടെ ഈ ഒരു ഒളിച്ചു വെക്കൽ കൊണ്ട് നമ്മുടെ മഹാലക്ഷ്മിക്ക് തന്നെയായിരിക്കും പിന്നീട് നഷ്ടം ഉണ്ടാകാൻ പോകുന്നതും അല്ലെ കൂട്ടുകാരെ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.